ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ ഈശോ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരാള് നിർത്തിയെടുത്ത് നിന്ന് അടുത്ത ആള് തുടങ്ങുന്നു. ധീരതയോടെ ഈശോ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് തുടങ്ങുകയാണ്. കാരണം ഇതേ സുവിശേഷം പ്രഘോഷിച്ച് സ്നാപകയോഹന്നാനെ ഹെരോദോസ് തുറുങ്കിലടച്ചു എന്നുള്ള വിവരം ഈശോ അറിയുന്നു. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും ഇത്തിരി ധീരതയോടെ തന്നെ ഈശോ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. സ്നാപകയോഹന്നാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈശോയും പറയാനായിട്ട് തുടങ്ങുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെടണം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഈശോയും പറയാനായിട്ട് പോകുന്നത്. ഈശോ ധീരതയോടെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഇന്ന് ജനുവരി 20 സഭയുടെ ചരിത്രത്തില് ധീരതയോടെ സുവിശേഷം പ്രസംഗിച്ച് രക്തസാക്ഷിയായി വിശുദ്ധ സെബസ്ത്യാനോസിനെ അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന ദിവസം തീർച്ചയായിട്ടും ഈ വചനം കേട്ട് കഴിയുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാനായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ധീരതയോടെ സുവിശേഷം പ്രഘോഷിക്കാനുള്ള, ജീവിക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണേ എന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഈശോ ചെയ്തതും വിശുദ്ധ സെബസ്ത്യാനോസ് ചെയ്തതും. അത് തന്നെയാണ്, ധീരതയോടെ സുവിശേഷം പ്രഘോഷിച്ചു, ആ സുവിശേഷം ജീവിച്ച് കാണിച്ചു എന്നുള്ളതാണ്. സെബസ്ത്യാനോസിന്റെ ജീവിതം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആദ്യം തന്നെ അമ്പ് ചെയ്ത് കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. അവിടെ നിന്നും അത്ഭുതകരമായിട്ട് ഒരു സ്ത്രീയുടെ സഹായത്താല് സെബസ്ത്യാനോസ് രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടും അദ്ദേഹം വെറുതെ ഇരിക്കാനല്ല, അല്ലെങ്കിൽ തൻ്റെ ജീവനെ രക്ഷിക്കാനല്ല അദ്ദേഹം നോക്കുന്നത്, മറിച്ച് ജീവൻ നഷ്ടമായാലും താൻ അറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സെബസ്ത്യാനോസ് ധീരതയോടെ ഇറങ്ങിത്തിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ സെബസ്ത്യാനോസിന്റെ ഈ തിരുനാൾ ദിനത്തില് സെബസ്ത്യാനോസിനെ പോലെ, ഈശോയെ പോലെ ധീരതയോടെ ഈ സുവിശേഷം ജീവിക്കാനും മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.